അമേരിക്ക ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രധാനമായിട്ടും ലോകത്തെ എല്ലാവരെയും വിരട്ടിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ 100% തീരുവ, ഇല്ലെങ്കിൽ ചൈനയ്ക്ക് നേരെ 100% തീരുവ, ഇങ്ങനെയുള്ള വിരട്ടലുകളൊക്കെയാണ്. ഇന്ത്യക്ക് നേരെ 2 ഘട്ടമായിട്ടാണ് 50% തീരുവ കൊണ്ടുവന്നതും. പക്ഷേ അമേരിക്ക ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു. അധികം വൈകാതെ തന്നെ സർക്കാരിന് പൂട്ടുവീഴുമെന്ന് പറയപ്പെടുന്നു. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ട്രംപിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് RIF, അതായത് ഈ ജീവനക്കാരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അമേരിക്കയിൽ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏറ്റവും വലിയ GDP അമേരിക്കയുടേതാണ്. ഏതാണ്ട് 30 ട്രില്യൺ ഉണ്ട് എന്നാണ് നമ്മൾ പുറത്തു വരുന്ന വിവരം. ചൈനയാണ് തൊട്ട് പുറകിൽ. ചൈനയ്ക്ക് ഏതാണ്ട് 19 ട്രില്യൺ ഉണ്ട്. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് അത് 4.1 ഏതാണ്ട് ആ റേഞ്ചിലുള്ള അത്രയും ട്രില്യനാണ് ഇന്ത്യയുടെ GDP. പക്ഷേ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ്. ഇപ്പോഴും നമ്മൾ 6.5% വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സമ്പദ് വ്യവസ്ഥ 6.5% വേഗത്തിൽ ഇന്ത്യയുടേത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് IMF അടക്കമുള്ള ഏജൻസികളുടെ കണക്കുകൾ പറയുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് അമേരിക്ക. കാരണം അമേരിക്കയുടെ കടം വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്ത്യ കടം വാങ്ങുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, ചൈനയും എല്ലാ രാജ്യങ്ങളും IMF പോലെയുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസികളിൽ നിന്ന്, രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്നുണ്ട്. ADBയുടെ വായ്പ നമ്മൾ എടുത്തിട്ടുണ്ട്, കേരള ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇത്തരം വായ്പകൾ എടുത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുക. ഉദാഹരണത്തിന് റോഡുകൾ, പാലങ്ങൾ, ഈ നമ്മുടെ നഗരങ്ങൾ, മുനിസിപ്പാലിറ്റികൾ മോടി പിടിപ്പിക്കുക, ഈ അത്തരം കാര്യങ്ങൾ അത് ചെയ്യുന്നതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയ റോഡുകൾ വരുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ ടോള് പിരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പുതിയ പാലങ്ങൾ, പുതിയ ഹൈവേകൾ, ഇതിനൊക്കെ നമ്മൾ പണം കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിലൂടെ 30 വർഷം ടോള് അല്ലെങ്കിൽ 25 വർഷത്തെ ടോള് എന്നൊക്കെ പറഞ്ഞ് ടോള് പിരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ രാജ്യത്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്കാർ ചോദിക്കും, നിങ്ങൾ റോഡ് ടാക്സ് കൊടുത്തിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്? ശരിയാണ്. ഇന്ന് അത് മാത്രം പോരാ. അല്ലാതെ നമ്മൾ എക്സ്പ്രസ് ഹൈവേകൾ, വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഈ പറയുന്ന റോഡ് ഗതാഗതം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പാതകൾ ഉണ്ടാക്കുന്നു. ഈ പാതകൾക്ക് നമ്മൾ തന്നെ പണം കൊടുത്താണ് ഉപയോഗിക്കുന്നത്. ഒരു തവണ അതുവഴി യാത്ര ചെയ്യുന്നതിന് ഇത്ര രൂപ. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ പലയിടത്തുനിന്നും വായ്പകൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കേട്ടതാണ് കേരയിൽ ഈ സിൽവർ ലൈൻ വരുന്നു, സെമി ഹൈ സ്പീഡ് റെയിലിൻ്റെ കാര്യം നമ്മൾ കേട്ടു. അത് ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. എങ്കിലും അങ്ങനൊരു പദ്ധതി നമ്മളൊരു 2 വർഷം മുമ്പ് കേട്ടിരുന്നു. ആ പദ്ധതി സത്യത്തിൽ അത് വായ്പയാണ്. നമ്മൾ ഇപ്പോൾ കൊച്ചിയിലെ മെട്രോ നമ്മൾ വായ്പ എടുത്താണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ വായ്പ എടുക്കുന്നു. പക്ഷെ അമേരിക്ക ഇപ്പോൾ വായ്പ എടുക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനല്ല. അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്താൻ അവർക്ക് നിരവധി പദ്ധതികളുണ്ട്. പെൻഷൻ സ്കീമുകളുണ്ട്, അതുപോലെ പല ആരോഗ്യ സംബന്ധമായ പദ്ധതികളുണ്ട്. ഇതിനൊക്കെ പണം വേണം. ഇപ്പോൾ ഈ തരത്തിൽ കടം വാങ്ങുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു മത്സരം ലോകത്തുണ്ടെങ്കിൽ അത് കേരളവുമായിട്ടാണ്. കേരളത്തിൽ ഈ പറയുന്നത് പോലെ നമ്മൾ കടം വാങ്ങുന്നത് ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഒക്കെയാണ്. അല്ലാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടോ ഈ ഉൽപ്പാദന മേഖലയിലേക്ക് നിക്ഷേപിക്കാനോ അല്ല നമ്മൾ കേരളം ഇന്ന് കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളം കടമെടുക്കുന്നത് ഓരോ മാസവും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അല്ലാതെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല. സമാനമായൊരു അവസ്ഥയിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ് അമേരിക്കയും. അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ ട്രംപിന് മുമ്പും പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ബൈഡൻ സർക്കാരായിരുന്നു, അതിന് മുമ്പ് ട്രംപ് ഭരിച്ചിരുന്നു. അപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് അമേരിക്കയെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന വീഴ്ചകളും പ്രശ്നങ്ങളും ഇന്നിപ്പോൾ ഒരു വലിയ ദുർഭൂതമായിട്ട് അമേരിക്കയെ വിഴുങ്ങാൻ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. അതാണിപ്പോൾ ട്രംപ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വലിയ രീതിയിൽ ഈ സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കുകയും പകരം അതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് കോൺട്രാക്റ്റ് കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ പിരിഞ്ഞു പോകുന്നു, അവരെ പിരിച്ചുവിടുന്നു. ഇതാണിപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ അമേരിക്ക രക്ഷപ്പെടും എന്ന് കരുതണ്ട. ഇപ്പോൾ നമുക്കറിയാം താരിഫിൻ്റെ കാര്യം, ഈ പറഞ്ഞ പോലെ ചുങ്ക ഇറക്കുമതി തീരുവ, അതുപോലെ പിഴത്തീരുവ, പിഴച്ചുങ്കം, ഇങ്ങനെയൊക്കെയുള്ള ഓമന പേരിട്ട് ട്രംപ് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരും ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു വിഷയമുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്ന് ട്രംപ് വ്യക്തിപരമായിട്ട് $1 ട്രില്യൺ കടം വാങ്ങിയിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ കമ്പനികൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് $1 ട്രില്യൺ ട്രംപ് കടം വാങ്ങിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ ഖത്തറിൽ നിന്ന് കടം വാങ്ങുന്നു. അതുകൊണ്ടാണ് ഈ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വളരെ പെട്ടെന്നാണ്, ഓന്ത് ഇത്ര പെട്ടെന്ന് നിറം മാറില്ല. ഓന്തിനെയും തോൽപ്പിച്ചുകൊണ്ട് ട്രംപ് നിറം മാറി ഇന്ത്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ തോളിൽ കൈയിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ അത് എത്ര കണ്ട അമേരിക്കയ്ക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അമേരിക്ക സത്യത്തിലൊരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ പോലെയുള്ള രാഷ്ട്രങ്ങളെ കൂടെ കൂട്ടുന്നതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന തിരിച്ചടി എത്രയാണെന്ന് ഭാവിയിൽ നമുക്കത് കണ്ടറിയാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രവചനത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷേ ഇന്ന് അമേരിക്ക കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി അത് അമേരിക്കയെ വലിയ തോതിൽ ദുരിതത്തിലാക്കും എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും ട്രംപ് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ, ഈ പ്രതിസന്ധി മറികടക്കാൻ, ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ വേണ്ടി ട്രംപ് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ അത് അമേരിക്കയ്ക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു, ഒരു കാരണവശാലും ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ചൈനയെക്കാളും ഏറ്റവും ഉത്തമമായൊരു സുഹൃത്ത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയോട് മൃദുവായ സമീപനം സ്വീകരിക്കണം. ഒരു കാരണവശാലും ഇന്ത്യയെ വെറുപ്പിക്കരുത്. ഇന്ത്യയെപ്പോലൊരു വലിയ വിപണിയെ നഷ്ടപ്പെടുത്തിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. സമ്പദ് വ്യവസ്ഥ ആകെ തകിടം മറിയും. ഇന്ത്യ ഈ അമേരിക്കയെ വിട്ടിട്ട് മറ്റ് ചെറിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും. അതിലൂടെ ഇന്ത്യ വളരെ കൃത്യമായി ഒരു സുരക്ഷിതമായ സ്ഥാനത്ത്, സേഫ് സോണിൽ ഇന്ത്യ നിൽക്കും. മാത്രമല്ല, ഡോളറിന് പകരം ഇന്ത്യൻ റുപ്പി കുതിച്ചു കയറും. അത് ഇന്ന് പല രാഷ്ട്രങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാരം നടത്തുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. അവിടെ ഡോളർ ഇന്ത്യക്ക് ആവശ്യമില്ല. റഷ്യ ഈ ക്രൂഡ് ഓയിൽ നൽകുന്നത് ഇന്ത്യൻ രൂപ വാങ്ങിക്കൊണ്ടാണ്. ദുബായ് ഇന്ത്യൻ രൂപയിൽ ബിസിനസ് ചെയ്യുന്നു. ഇറാൻ ഇന്ത്യൻ രൂപയിൽ ബിസിനസ് ചെയ്യുന്നു. ചെറിയ രാഷ്ട്രങ്ങൾ പലരും ഇന്ത്യൻ രൂപയിൽ ബിസിനസ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നു. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ട്രംപ് മണ്ടത്തരവും എടുത്തുചാട്ടവും കാണിക്കരുത്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് സ്നേഹത്തോടെ പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇന്ത്യ ഒരിക്കലും ആപത്കാരിയല്ല. ഇന്ത്യ ഒരു ശത്രുവല്ല. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനും ഇന്ത്യയുടെ സഹായം നമുക്ക് വേണം. ഇന്ത്യയുമായിട്ട് ബന്ധം ഊഷ്മളമാക്കണം എന്നൊക്കെ സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം 21 പാർലമെൻറ്റ് അംഗങ്ങൾ, അവരുടെ പാർലമെൻറ്റ് ഹൗസിലെ നിയമനിർമ്മാതാക്കൾ 21 പേർ, ലോ മേക്കേഴ്സ്,
അവർ ഒപ്പിട്ട ഒരു കത്ത്, അതിൽ ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവർ ഒപ്പിട്ട ഒരു കത്ത് ട്രംപിന് കൊടുത്തു. ആ കത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രംപ് ഒരു പുനർവിചിന്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ആവശ്യം. എന്തായാലും അമേരിക്ക വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഈ എന്താ പറയുക, ചതുപ്പിൽ വീണ ഒരു ജന്തു ആഴങ്ങളിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്നത് പോലെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടുന്നില്ല എന്നൊരവസ്ഥ ആണ് വരാൻ പോകുന്നത് എന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.